റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും, അതൊക്കെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മോഡൽ ചോദ്യപേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളൊരു വീഡിയോ ആണിത്. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഏകദേശം 1000-ഓളം വീഡിയോകളും അടങ്ങിയ ഒരു ചാനലാണ് നമ്മുടേത്. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിരവധി ചോദ്യപേപ്പറുകൾ അടങ്ങിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. ഈ വീഡിയോയിൽ 3ാം ക്ലാസ്സിലെ താരീഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒന്നാമതായി വന്നിട്ടുള്ള ആക്ടിവിറ്റി യോജിച്ച ഉത്തരം എഴുതാം എന്നാണ്. യോജിച്ച ഉത്തരം എഴുതാം. താഴെ 6 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ ഇവിടെ ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങൾ വായിച്ചു നോക്കുക. ഉത്തരങ്ങളൊക്കെ കൃത്യമായി വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം അവിടേക്ക് എഴുതുക. ഒന്നാമത്തെ ചോദ്യം, നബിയുടെ കുടുംബം. നബിയുടെ കുടുംബത്തിലേതാണ്? ഇതാണ് ഒന്നാമത്തെ ഉത്തരം. ബനു ഹാഷിമാണ് നബിയുടെ കുടുംബം അല്ലേ. ഗോത്രം ഖുറൈശ്, കുടുംബം ബനു ഹാഷിം. അപ്പോൾ അതങ്ങനെ അവിടേക്ക് എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? സൗദി അറേബ്യയിലെ പരിപാവനമായ നഗരം അതേതാണ്? നമുക്കൊക്കെ അറിയാം, മക്കയാണ്. അപ്പോൾ മക്ക എന്നായിതാ. സൗദി അറേബ്യയിലെ പരിപാവനമായ നഗരം മക്ക. 3, നബിയുടെ 20ാമത്തെ പിതാമഹൻ. നബിയുടെ 20ാമത്തെ പിതാമഹൻ്റെ പേര് എവിടെയതാ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്നാൻ ആണ്. നമ്മുടെ പിതാമഹന്മാരുടെ പേരൊക്കെ പഠിച്ചല്ലോ. 20ാമത്തെ പിതാമഹൻ അദ്നാൻ. 4ാമത്തത് ഇസ്മായിൽ നബിയുടെ ഭാര്യയുടെ കുടുംബം. ഇസ്മായിൽ നബിയുടെ ഭാര്യയുടെ കുടുംബം അവിടെ ഉണ്ട്, ജുർഹും എന്നാണ്. ജുർഹും ഈ ഗോത്രക്കാരാണ് ആദ്യമായിട്ട് മക്കയിലൊക്കെ താമസം ആരംഭിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ജുർഹും. ആ ഗോത്രത്തിൽ നിന്നാണ് ഇസ്മായിൽ നബി വിവാഹം കഴിച്ചതൊക്കെ. 5ാമത്തത് 2 വയസ്സ് വരെ നബിക്ക് മുലപ്പാൽ നൽകിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 വയസ്സ് വരെ നമ്മുടെ നബിക്ക് മുലപ്പാൽ നൽകിയത് ആരാണ്? ഹലീമ ബീവിയാണ് അല്ലേ. ഹലീമ ബീവി എന്നിവിടെ ഉണ്ട്. ഇതാണ് 5ാമത്തെ ആൻസർ. അപ്പോൾ ഇവിടേക്ക് ഹലീമ ബീവി എന്ന് എടുത്തെഴുതാം. 2 വയസ്സ് വരെ എന്ത് ചെയ്തു? മുലപ്പാൽ നൽകി. പിന്നെ 2 വർഷം ഹലീമ ബീവിയുടെ കൂടെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹലീമ ബീവിയാണ് അതിൻ്റെ ഉത്തരം. 6ാമത്തെ ചോദ്യം എന്താണ്? ആമിന ബീവി വഫാത്തായ സ്ഥലം. ആമിന ബീവി വഫാത്തായ സ്ഥലം ഏതാണ്? അവിടെ ഉണ്ട് ആൻസർ. അബവാ അല്ലേ. അബവാ. മദീനയിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് അബവാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ രോഗം ബാധിച്ചു, അവിടെ വെച്ച് വഫാത്തായി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ പൂരിപ്പിച്ചെഴുതാം. 2ാമതൊരു ആക്ടിവിറ്റി ശരിയായവ തിരഞ്ഞെടുക്കാം എന്നാണ്. താഴെ 6 ചോദ്യമുണ്ട്. ഇതിനൊക്കെ 2 ഓപ്ഷനുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് തിരഞ്ഞെടുക്കാനുള്ള ടിക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം അതിൻ്റെ കൂടെ ഉണ്ട്. ചോദ്യങ്ങൾ വായിച്ചു നോക്കുക, ഉത്തരങ്ങളൊക്കെ വായിച്ചു നോക്കി ഏതാണോ ടിക്ക് ചെയ്യേണ്ടത് ശരിയായ ഉത്തരത്തിൻ്റെ അവിടെ മാത്രം ടിക്ക് ചെയ്യുക. മുഴുവനായിട്ട് 2 കള്ളിയിൽ ടിക്ക് ചെയ്താൽ അതൊന്നും പിന്നെ ആൻസറായിട്ട് പരിഗണിക്കൂല. 1ാമത്തെ ചോദ്യം എന്താ? ഖദീജ ബീവിയുടെ പിതാവ്. നബിയുടെ ആദ്യ ഭാര്യയായിരുന്ന ഖദീജ ബീവിയുടെ പിതാവ് ഖുവൈലിദ് ഖാലിദ്. ഏതാണ്? ഖുവൈലിദാണ് അല്ലേ. ഖുവൈലിദിൻ്റെ മകൾ ഖദീജ, അങ്ങനെയുള്ള നമ്മൾ പഠിച്ചത്. അപ്പോൾ ഖുവൈലിദ്. മറ്റേ കള്ളിയിലൊന്നും ചെയ്യേണ്ട, അത് തെറ്റിടേണ്ട ആവശ്യമൊന്നുമില്ല. 2ാമത്തത് വിവാഹ സമയം നബിയുടെ വയസ്സ്, അഥവാ നബി തങ്ങൾ ആദ്യ ഭാര്യയായ ഖദീജ ബീവിയെ വിവാഹം ചെയ്യുന്ന ആ സമയത്ത് നബിൻ്റെ വയസ്സ് എത്ര? നല്ലോണം ശ്രദ്ധിക്കണം. കണ്ടാൽ 2 ഒരേപോലെയാണ് തോന്നുക. പിന്നെ അത് അതിൻ്റെ ആ അക്കങ്ങൾ എഴുതിയ ആ ഒരു രൂപം നേരെ മനസ്സിലാക്കണം. ഇതാണ് കറക്റ്റ് 25. ഇത് 52 52ആണിത്. ഇത് 52, ഇതാണ് 25. കാണുമ്പോൾ ഒരേപോലെ തോന്നുമെന്ന് വിചാരിച്ച് കണ്ടാണ് ഫസ്റ്റ് തന്നെ ശരിയിടരുത്. ഒന്ന് നേരെ നോക്കി സ്ഥാനമൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം അങ്ങനെ ചെയ്യാൻ. എഴുതുമ്പോഴും ക്വസ്റ്റ്യനായിട്ട് വന്നാൽ എഴുതുമ്പോഴും അത് നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാൻ. അല്ലെങ്കിൽ അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാൽ ഉത്തരമൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ചാൻസ് എന്നല്ല, ഉറപ്പാണ്. 3ാമത്തത് സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട പരിശുദ്ധ ശില. ശിലാർന്ന കല്ല് അല്ലേ. സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട ഒരു ശില ഭൂമിയിലുണ്ട്.
ഏതാ ഹജറുൽ അസ്വദാണോ കഅബയാണോ? ഹജറുൽ അസ്വദാണ്. കഅബ എന്ന് എഴുതിക്കരുത്, ഹജറുൽ അസ്വദ്. നാലാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം AD എത്രയിലാണ്? 571 751. എന്ത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ നിയമത്തിൽ വരുന്നതാണ്. അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇതാണ് അതിൻ്റെ ആൻസർ കറക്റ്റ്. എന്താ 571. ഇത് 751. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടിരിക്കുകയാണ്. ഒരക്കം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ അതിൻ്റെ ഉത്തരം തെറ്റിപ്പോയല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക. അഞ്ചാമത്തത് വിശുദ്ധ ഖുർആൻ അവതരിച്ച ഗുഹ സൗർ ഗുഹയാണോ ഹിറാ ഗുഹയാണോ? അത് ഹിറാ ഗുഹയാണ് അല്ലേ. ഖുർആൻ അവതരിച്ചത് ഹിറാ ഗുഹയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജമ്മിലൂനിയൊക്കെ ഉണ്ടല്ലോ. ഈ ഗുഹയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പേടിച്ച് പറിച്ചുകൊണ്ട് നബി തങ്ങൾ വീട്ടിലേക്കെത്തി. അത് പറഞ്ഞുകൊണ്ടില്ലേ ജമ്മിലൂനി എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് എത്തിയ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി സൗർ ഗുഹ എന്ന് പറഞ്ഞാൽ എന്താ? അത് നബി ഹിജ്റ പോകുന്ന സമയത്ത് നബിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒളിച്ചിരുന്ന ഗുഹയാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ആറാമത്തത് എന്താ? ഹലീമ ബീവിയുടെ മകൻ. ഹലീമ ബീവി നബിയെ വളർത്തിയിരുന്ന ഹലീമ ബീവി ഉണ്ടല്ലോ. ഹലീമ ബീവിക്ക് അതേ സമയം തന്നെ മറ്റൊരു മകനുണ്ടായിരുന്നു, സ്വന്തം മകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ഇവിടെ ലംറത്ത് എന്നും റംലത്ത് എന്നുണ്ട്. അപ്പോൾ എന്താണ്? ലംറത്താണ്. അതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇതൊക്കെ കെണിഞ്ഞ ക്വസ്റ്റ്യൻസുകളാണ്, അല്ല ഓപ്ഷനുകളാണ് തന്നിട്ടുള്ളത്. ഒരേപോലെ വരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനും കൺഫ്യൂഷൻ ആകാനും ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിച്ചു കണ്ട് എഴുതണം. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ്. പൂർത്തിയാക്കാൻ ഇവിടെ 5 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഖദീജ ബീവി വഫാത്താകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു, ഇവിടെ ചില അക്ഷരങ്ങളെ റാഇൻ്റെ പുള്ളികളൊക്കെ ചിലയിടത്ത് മിസ്സായിട്ടുണ്ട്. അതൊന്നും സാരമില്ല. ഖദീജ ബീവി വഫാത്താകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു വിവാഹവും ചെയ്തിട്ടില്ല എന്നാണ് അല്ലേ. വിവാഹവും ചെയ്തിട്ടില്ല. അപ്പോൾ വിവാഹവും ചെയ്തിട്ടില്ല എന്നവിടെ ചേർത്ത് കൊടുക്കാം. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജറുൽ അസ്വദ് അവിടുത്തെ പുണ്യകരങ്ങൾ കൊണ്ട് യഥാസ്ഥാനത്ത് വെച്ചു എന്നല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒരു പ്രശ്നപരിഹാരം ആ പാഠം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതിൽ പറയുന്നതാണത്. യഥാസ്ഥാനത്ത് വെച്ചു. അങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിച്ചത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജറുൽ അസ്വദ് അവിടുത്തെ പുണ്യകരങ്ങൾ കൊണ്ട് യഥാസ്ഥാനത്ത് വെച്ചു എന്നാണ് അവിടെ ചേർത്തുകൊണ്ട്. അപ്പോൾ അത് പൂർത്തിയായി. മൂന്നാമത്തത് കഅബ ഷരീഫ് പുതുക്കിപ്പണിയാൻ ഖുറൈശികൾ എന്ത് ചെയ്തു? തീരുമാനിച്ചു എന്നാണ്. അപ്പോൾ തീരുമാനിച്ചു എന്ന് നമ്മൾ എഴുതാം. കഅബ ഷരീഫ് പുതുക്കിപ്പണിയാൻ ഖുറൈശികൾ തീരുമാനിച്ചു. നാലാമത്തത് ഖദീജ ബീവിയുമായുള്ള വിവാഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അബൂ ത്വാലിബായിരുന്നു അല്ലേ. ഖദീജ ബീവിയുമായുള്ള നബിയുടെ വിവാഹത്തിന് നേതൃത്വം നൽകിയത് അബൂ ത്വാലിബായിരുന്നു. അപ്പോൾ അബൂ ത്വാലിബായിരുന്നു എന്നിവിടെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചോദ്യമായിട്ട് വരാട്ടോ. ഖദീജ ബീവിയുമായുള്ള വിവാഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ അബൂ ത്വാലിബ് എന്ന് ആൻസർ ചെയ്താം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കുമ്പോൾ പിന്നെ പല രൂപത്തിലും ചോദ്യങ്ങൾ ഇങ്ങനെ മാറി മാറി വരും. അതുതന്നെ ആയിരിക്കും, അത് വേറെ രൂപത്തിലായിരിക്കും പരീക്ഷയ്ക്ക് വരിക. ഇതേ രൂപത്തിൽ വന്നോളണമെന്നില്ല. അപ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസൊക്കെ നോക്കിയാൽ സിമ്പിളായിട്ട് പരീക്ഷയിൽ ആൻസർ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. പിന്നെ അഞ്ചാമത്തത് ഇവിടൊക്കെ പുള്ളി വിട്ടിട്ടുണ്ട്. 1 മാസം അവർ മദീനയിൽ താമസിച്ചു. അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് മറ്റേ മാതാവിനോട് നബിൻ്റെ ഉമ്മയായ ആമിന ബീവിയോട് കൂടെ മദീനയിൽ പോയി. അവിടെ 1 മാസം അവർ മദീനയിൽ താമസിച്ചു. അതിനിടയിൽ നബി തങ്ങൾ എന്ത് പഠിച്ചു? നീന്തൽ പഠിച്ചു എന്ന് പറയില്ലേ. നീന്തൽ പഠിച്ചു. നല്ല കാര്യമാണ്. എല്ലാവരും നീന്തലൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. നീന്തൽ പഠിച്ചു. ഇനി ഇവിടെ നാലാമതൊരു പട്ടിക പൂർത്തിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കി നോക്കാം. അതിലൊന്നാമത്തത് അബ്ദുൽ മുത്തലിബാണ്. അബ്ദുൽ മുത്തലിബ് എന്ന് കൊടുത്തിട്ട് അടുത്തൊരു കള്ളി ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തോ നമ്മൾ എഴുതണം. ഇനി അതിന് ശേഷം വരുന്നത് അബ്ദു മനാഫാണ്. അപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ഇടയിൽ ആരാണ് എഴുതേണ്ടത്? ഹാഷിമാണ്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കന്മാരുടെ പരമ്പര പഠിച്ചല്ലോ.
അപ്പോൾ അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, പിന്നെ അബ്ദു മനാഫ് കഴിഞ്ഞിട്ട് ഇവിടെ ഏതാണ് ചേർക്കേണ്ടത്? ഖുസൈ എന്നാണ് ചേർക്കേണ്ടത്. ഇതൊക്കെ നബി തങ്ങളുടെ പിതാമഹന്മാരുടെ പേരുകളാണ്. അപ്പോൾ ആ ഓർഡറിൽ ഇങ്ങനെ അങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി. അബ്ദുൽ മുത്തലിബ് ഏതെങ്കിലും എഴുതിയാൽ പോരാ, കാരണം അബ്ദു മനാഫ് ഇവിടെ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ളതാണ് ഹാഷിം അവിടെ എഴുതേണ്ടത്. പിന്നെ അബ്ദു മനാഫ് കഴിഞ്ഞിട്ടുള്ള ഖുസൈ ആണ് പുറത്ത് എഴുതേണ്ടത്, ശ്രദ്ധിക്കുക. രണ്ടാമത്തത് മാതാവ്, പിന്നെ ഇവിടെ ഒന്ന് വിട്ടുവിടെ അവിടെ എന്തോ എഴുതണം. നമ്മൾ അടുത്തതും കൂടി നോക്കുമ്പോൾ അതിൻ്റെ ഒരു പിക്ചർ കിട്ടും നമുക്ക്. പോറ്റുമ്മ, മാതാവ് ആരാണ്? ആമിന റളിയല്ലാഹു അൻഹ, അല്ലെങ്കിൽ ആമിന ബീവി എന്നും എഴുതാൻ കുഴപ്പമൊന്നുമില്ല. പോറ്റുമ്മ ആരാ? ഹലീമ ബീവി. മാതാവ് ആമിന, പോറ്റുമ്മ ഹലീമ ബീവി. അപ്പോൾ അതങ്ങനെ പൂർത്തിയായി. മൂന്നാമത്തത് ആദ്യ ഷാം യാത്ര. ആദ്യ ഷാം യാത്ര എപ്പോഴാണ് നബി തങ്ങളുടെ ആദ്യ ഷാം യാത്ര നടത്തിയത്? 12-ാം വയസ്സിലാണല്ലേ. പിന്നെ 2-ാം യാത്ര ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 12-ാം വയസ്സിൽ എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. അല്ലെങ്കിൽ 12-ാം വയസ്സ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. 2-ാം യാത്രയാണെങ്കിലോ 2-ാം യാത്ര കുറച്ച് കഴിഞ്ഞിട്ട് അല്ലേ, 25-ാം വയസ്സിലാണ്. 25-ാം വയസ്സിൽ. അപ്പോൾ അത് കംപ്ലീറ്റായി. 12 വയസ്സ് 25 വയസ്സ് എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, സംഭവം അത് മനസ്സിലാക്കിയാൽ മതി. നാലാമത്തത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇവിടെ എന്തോ വിട്ടുപോയിട്ടുണ്ട്, എന്താണ് അവിടെ ചേർക്കേണ്ടത് എന്നുള്ളത് അടുത്ത് നോക്കിയാൽ ഏകദേശം നമുക്ക് മനസ്സിലാവും. ഹിറാ ഗുഹ, പിന്നെ വേറൊരു അടുത്ത വരിയും വിട്ടിട്ടുണ്ട് അല്ലേ. ഹിറാ ഗുഹ, മുഹമ്മദ് നബി, എന്താണ് അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്കറിയാലോ. വഹിയാണ് ഇവിടെ എഴുതേണ്ടത്. വഹി, മുഹമ്മദ് നബിക്ക് ഹിറാ ഗുഹയിൽ വെച്ചാണ് വഹി ലഭിച്ചത്, ആദ്യമായി വഹി ലഭിച്ചത്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹിറാ ഗുഹ ഇതുമായി ബന്ധപ്പെടുത്തിങ്ങാണ്ട് ഇങ്ങനെ നോക്കിയാൽ മുഹമ്മദ് നബി, വഹി, ഹിറാ ഗുഹ ഇതിങ്ങനെ ബന്ധപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി വരുന്നുണ്ട്. അതാരാ? ജിബ്രീൽ അലൈഹിസ്സലാമാണ് അല്ലേ. ജിബ്രീൽ അലൈഹിസ്സലാമാണല്ലോ വഹിയുമായി നബി തങ്ങളെടുത്ത് വന്നത്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ നമുക്ക് പൂർത്തിയാക്കി കൊടുക്കാം. ഇനി 5-ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം. ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനാണ്. അതിലൊന്നാമത്തെ ചോദ്യം എന്താ? തൗറാത്തും ഇഞ്ചീലും നന്നായി പഠിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു ആര്? തൗറാത്തും ഇഞ്ചീലും നന്നായി പഠിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു ആര്? വറഖത്ത് ബിനു നൗഫൽ അല്ലേ. നമ്മൾ ആ ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ച് കുറച്ച് വീട്ടിലെത്തിയ നബി തങ്ങളെ ഖദീജ ബീബി കൊണ്ടുപോയ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം പിന്നെ തൗറാത്തും ഇഞ്ചീലൊക്കെ നന്നായി പഠിച്ചറിഞ്ഞ ഒരു മഹാപണ്ഡിതനായിരുന്നു എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വറഖത്ത് ബിനു നൗഫൽ എന്നാണ് എഴുതേണ്ടത്. 2, വഹി എന്നാലെന്ത്? വഹി എന്നാലെന്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹു നബിമാർക്ക് നൽകുന്ന പ്രത്യേക സന്ദേശമാണ്, അതാണ് വഹി. അപ്പം അങ്ങനെ എഴുതാം, അള്ളാഹു നബിമാർക്ക് നൽകുന്ന പ്രത്യേക സന്ദേശമാണ് എന്ന് എഴുതാം. മൂന്നാമത്തെ ചോദ്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്ന കാലഘട്ടം എങ്ങനെയുള്ളതായിരുന്നു? നബി തങ്ങൾ വളർന്ന ആ കാലഘട്ടം എങ്ങനെയുള്ളതായിരുന്നു? തിന്മകൾ കൊണ്ട് ഇരുളടഞ്ഞ കാലഘട്ടമായിരുന്നു. അപ്പം അങ്ങനെ എഴുതാം, തിന്മകൾ കൊണ്ട് ഇരുളടഞ്ഞ കാലഘട്ടം, അങ്ങനെ എഴുതാം. നാലാമത്തെ ചോദ്യം എന്താ? ഹജറുൽ അസ്വദ് പ്രശ്നപരിഹാരത്തിന് അഭിപ്രായം പറഞ്ഞതാരാണ്? ഹജറുൽ അസ്വദ് പിന്നെ യഥാസ്ഥാനത്ത് വെക്കുന്ന കാര്യത്തിൽ പ്രശ്നം ഉണ്ടായല്ലോ. അപ്പോൾ ലഹളക്ക് തന്നെ ഒരുങ്ങി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രശ്നപരിഹാരം, ഇനി ആദ്യമായി മസ്ജിദുൽ ഹറാമിലേക്ക് ആരാണോ വരുന്നത് അദ്ദേഹത്തെ നമുക്ക് മധ്യസ്ഥനാക്കാമെന്ന് പറഞ്ഞ ആ അഭിപ്രായം പറഞ്ഞത് ആരാണ്? അബൂ ഉമയ്യത്ത് ബിനുൽ മുഗീറ അല്ലേ, അദ്ദേഹമായിരുന്നു. അപ്പോൾ ആ പേര് നമുക്ക് എഴുതാം, അബൂ ഉമയ്യത്ത് ബിനുൽ മുഗീറ. അഞ്ചാമത്തെ ചോദ്യം, നബി തങ്ങൾ പോറ്റുമ്മയായ ഹലീമ ബീവിയുടെ വീട്ടിലെത്തിയത് മുതൽ അവിടെ വലിയ ബർക്കത്ത് ഉണ്ടായി. ഒന്ന് എഴുതുക. നബി തങ്ങളെ പാലൂട്ടി വളർത്താൻ ഹലീമ ബീവി ഏറ്റെടുത്തു. നബി അങ്ങനെ എന്ത് ചെയ്തു? ഹലീമ ബീവിയുടെ വീട്ടിലെത്തി. അതുമുതൽ അവിടെ അഥവാ ഹലീമ ബീവിയുടെ വീട്ടിൽ വലിയ ബർക്കത്ത് ഉണ്ടായി എന്ന് നമ്മൾ പഠിച്ചല്ലോ. എന്തൊക്കെയാണ്? നമ്മൾ 5-ാമത്തെ പാഠത്തിൽ, കുട്ടിക്കാലം എന്നുള്ള പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ? വൃക്ഷങ്ങളിൽ ധാരാളം കായ്ക്കനികളുണ്ടായി. പിന്നെ പാൽ വറ്റി മെലിഞ്ഞൊട്ടിയിരുന്ന ആടുകൾ ശരീരമെല്ലാം നന്നായി ധാരാളം പാൽ ചുരത്താൻ തുടങ്ങി അല്ലേ. അപ്പോൾ അതിൽ ഏതൊരു എളുപ്പമുള്ള ഒന്ന് ഇതാണ് ഞാനിവിടെ. വൃക്ഷങ്ങളിൽ ധാരാളം കായ്ക്കനികളുണ്ടായി.
അപ്പോൾ അതൊന്ന് എഴുതാം. നിങ്ങൾക്ക് മറ്റേതും വേണമെങ്കിൽ എഴുതാം, ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ ഒന്ന് എഴുതിയെന്ന് മാത്രം. ഇനി 6ാമത്തെ ഒരു ആക്ടിവിറ്റി ഇവിടെ കൊടുത്തിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ് എഴുതാം എന്നാണ്. നബി തങ്ങളുടെ വയസ്സ് എഴുതാനാണ്. അത് എപ്പോഴൊക്കെയാണ് നബി തങ്ങളുടെ വയസ്സ് എഴുതേണ്ടത്? അതാണ് ചോദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. 1, മാതാവ് മരണപ്പെടുമ്പോൾ. മാതാവ് മരണപ്പെടുന്ന സമയത്ത് നബി തങ്ങൾക്ക് എത്ര വയസ്സാണ്? 6 വയസ്സായിരുന്നു അല്ലേ? 6 എന്നിങ്ങനെ അക്ഷരത്തിൽ എഴുതാം, അല്ലെങ്കിൽ അക്കത്തിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. 6. 2ാമത്തെ ചോദ്യം, ഇവിടെ പിതൃവ്യൻ എന്നാണ്, ശരിക്കും പിതാമഹൻ എന്നാണ് വേണ്ടത്. പിതാമഹൻ മരണപ്പെടുമ്പോൾ അപ്പോൾ നബിയുടെ വയസ്സ് എത്രയാണ്? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 8 ആണല്ലേ. അഥവാ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുമ്പോൾ നബിയുടെ വയസ്സ് 8 ആണ്. ഇനി 3ാമത്തത്, ഖദീജ ബീവിയെ വിവാഹം ചെയ്യുമ്പോൾ. ഖദീജ ബീവിയെ വിവാഹം ചെയ്യുമ്പോൾ നബിൻ്റെ വയസ്സാണ് ചോദിക്കുന്നത്. ഖദീജ ബീവിയുടെ വയസ്സ് 40 ആണ്, അത് എഴുതരുത്. 25 ആണ്. 25. അടുത്തത് 4ാമത്തത്, ഹിറായിൽ വെച്ച് വഹി ലഭിക്കുമ്പോൾ. ഹിറാ ഗുഹയിൽ വെച്ച് വഹി ലഭിക്കുന്ന സമയത്ത് നബിയുടെ വയസ്സ് എത്രയാണ്? അത് 40 ആണ് അല്ലേ? 40 എന്ന് എഴുതാം. 40. അക്ക എഴുതുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ അക്കം മാറി, അപ്പോൾ ഉത്തരം തെറ്റായിട്ട് മാറും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ മദ്രസ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.